ഹായ്, ഞാൻ സ്നേഹ. എസ് എൽ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്, ഒരു റിലേഷൻഷിപ്പ് ആകുമ്പോൾ കുറേ കമ്മ്യൂണിക്കേഷൻ രീതികളുണ്ട്. അതായത് പല രീതിയിൽ നമ്മൾ സംസാരിക്കാറുണ്ട്. അതിൽ പലതും ആ റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ ബാധിക്കാറുണ്ട്, എന്നാൽ തെറ്റായ രീതിയിൽ അത് മാറാറുണ്ട്, അല്ലേ? അപ്പോൾ ഇപ്പം ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്, നല്ല രീതിയിൽ ആ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്ന കമ്മ്യൂണിക്കേഷൻ പാറ്റേൺസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അതായത് ഞാൻ ഈ പറയുന്ന രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ ബന്ധം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇനി മോശമായ രീതിയിൽ ബാധിക്കാൻ സാധ്യതയുള്ള കമ്മ്യൂണിക്കേഷൻ പാറ്റേൺസ് ഉണ്ട്, അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലെ ടോപ്പിക് എന്ന് പറയുന്നത്, നല്ല രീതിയിൽ ആ റിലേഷൻഷിപ്പിനെ എഫക്ട് ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ അതിന് സാധ്യതയുള്ള കമ്മ്യൂണിക്കേഷൻ പാറ്റേൺസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, തുറന്നതും സത്യസന്ധവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. അതായത് നിങ്ങളുടെ മനസ്സിൽ തോന്നിയിട്ടുള്ള കാര്യം എനിക്ക് ഇങ്ങനെയാണ് ഫീൽ ചെയ്തത് എന്നുള്ള രീതിയിൽ അവരോട് തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ്. മിക്ക ആളുകളിലും വരുന്നൊരു മിസ്റ്റേക്കും ഇത് തന്നെയാണ്. നമ്മുടെ മനസ്സിലൊരു കാര്യം തോന്നും, പക്ഷെ അത് നമ്മൾ പോസിറ്റീവായ രീതിയിലാവില്ല പറയണ്ടാവുക. നിങ്ങൾ ഇങ്ങനെ ചെയ്തില്ലേ, അല്ലെങ്കിൽ നീ അങ്ങനെയല്ലേ പറഞ്ഞത്, ഈ രീതിയിലൊക്കെ പറയും എന്നുള്ളതാണ്. അത് കുറ്റപ്പെടുത്തലാണ്. അവർക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുള്ളൂ. മേ ബി നമ്മൾ കുറ്റപ്പെടുത്തുക എന്നുള്ള രീതിയിലാവില്ല അവരോട് പറയണ്ടാവുക, പക്ഷെ അവരുടെ മനസ്സിലേക്ക് തോന്നുന്ന കാര്യം എന്ന് പറയുന്നത് എന്നെ കുറ്റപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഇങ്ങനെ അങ്ങനെയെന്ന് പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കുന്നതിന് പകരമായിട്ട് എനിക്കിങ്ങനെ ഫീൽ ചെയ്തു എന്നുള്ളത് പറയാം. നീ അന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു. നമ്മൾ നമ്മുടെ ഫീലിങ്സ് ആണ് പറയുന്നത്. സോ അത് അവിടെ ഒരു പ്രശ്നമായിട്ട് വരില്ല എന്നുള്ളതാണ്. അപ്പൊ അവർ ചിന്തിക്കും, അവരെ തന്നെ മാറ്റാനായിട്ട് ശ്രമിക്കും. അല്ലാത്ത പക്ഷം അവിടെ വാശിയാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ എപ്പോഴും തുറന്ന് സംസാരിക്കുക. ഓപ്പൺ കമ്മ്യൂണിക്കേഷനാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ മറച്ചു വെച്ച് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജെന്യുവൻ ആയിട്ട് തന്നെ നിങ്ങൾ നിൽക്കാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളതാണ്. അതായത് അവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കുക. അതേപോലെ തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് നീ പറഞ്ഞത് ഇന്ന കാര്യമാണല്ലേ എന്നുള്ള രീതിയിൽ നമുക്ക് ചോദിക്കാം. അതായത് അവരെ എന്തെങ്കിലും പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ അവർ പറഞ്ഞ എന്തെങ്കിലും കാര്യവുമായി കണക്ട് ചെയ്തിട്ട് അവരോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതല്ലെങ്കിൽ നമ്മളിങ്ങനെ തലയാട്ട് അതെയോ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കാം. അതേപോലെ തന്നെ ഇപ്പം അവർ പറഞ്ഞ ഒന്ന് സ്റ്റോപ്പ് ചെയ്തോന്ന് വിചാരിക്കാം. അപ്പം നമ്മൾ എന്നിട്ട് എങ്ങനെ ചെയ്തിട്ട് എന്തുണ്ടായത് ഇങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പം നോർമലി അവർക്ക് ഫീൽ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മൾക്ക് അവരോട് സംസാരിക്കാൻ വളരെയധികം ഇൻട്രസ്റ്റ് ഉണ്ട്, അവർ പറയുന്ന കാര്യം കേട്ടിരിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ്. അപ്പം അത് നിങ്ങൾക്കിടയിലുള്ള ആ ഒരു ഇഷ്ടം കൂട്ടുകയാണ് ചെയ്യുക. മാത്രമല്ല അത് നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ തന്നെയാണ്. നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ, അതായത് പോസിറ്റീവായി പ്രവർത്തിക്കാൻ സാധ്യതയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ രീതി തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ നന്നായി കേട്ടിരിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. കേട്ടിരിക്കുന്നു എന്നുള്ളത് അവർക്ക് മനസ്സിലാകുന്നുണ്ട് എന്നുള്ളത് കൂടി നിങ്ങൾ ഉറപ്പുവരുത്തുക. ഇനി വളരെ ശാന്തമായ ശബ്ദം എന്നൊക്കെ നമുക്ക് പറയാം. അതേപോലെ തന്നെ നിങ്ങൾ ഫിസിക്കലി നിങ്ങൾ അവരോട് ബിഹേവ് ചെയ്യുന്നത്, അതായത് ശാന്തമായ ശബ്ദം എന്ന് പറയുമ്പോൾ വളരെ കാമായി കൂളായിട്ട് നിങ്ങൾ അവരോട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള വിശ്വാസം കുറച്ചുകൂടി കൂടുതലായി വരും എന്നുള്ളതാണ്. നമ്മൾ ഭയങ്കര സൗണ്ട് ഇട്ടിട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല. അത് ഭയങ്കര ബോറിംഗ് ആയിരിക്കും. ചില ആളുകൾക്ക് സൗണ്ട് ഉള്ളവരുണ്ട്, നോർമലി അവരുടെ വോയിസ് അങ്ങനെയാണ് എന്നുള്ള ആളുകൾ ഉണ്ടായിരിക്കും. അവരൊക്കെ അതല്ലാതെ വെറുതെ ചുമ്മാ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന രീതിയൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഒരിക്കലും നല്ലതല്ല. എന്ത് കാര്യം പറയുമ്പോഴും വളരെ കാമായിട്ട് പറയുന്നൊരു പേഴ്സൺ ആണെങ്കിൽ അത് അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന മാത്രമല്ല, നിങ്ങളോടുള്ള വിശ്വാസവും കൂടുതലായിട്ട് വരും. അതേപോലെ തന്നെ ഫിസിക്കലിയും നിങ്ങൾക്ക് അവരോടുള്ള ഇഷ്ടമൊക്കെ അറിയിക്കാം. അതായത് മുഖഭാവത്തിലൂടെ നിങ്ങൾക്ക് അവരോട് ചിരിച്ചുകൊണ്ട് സംസാരിക്കാം. എപ്പോഴും ഒരു സ്മൈലൊക്കെ ഫേസിൽ വെക്കുക. അതൊക്കെ നിങ്ങൾ അവരെ ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ അവരിൽ അട്രാക്റ്റഡ് ആണ് എന്നൊക്കെ തോന്നിപ്പിക്കാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ രീതിയിലൊക്കെ സംസാരിക്കാൻ ശ്രമിക്കാം. അവരുടെ കൂടെ ഇരിക്കുമ്പോൾ കൈയൊക്കെ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചൊക്കെ ഇരിക്കാം. ഇതൊക്കെ ശരിക്കും ഒരു കമ്മ്യൂണിക്കേഷൻ രീതി തന്നെയാണ്. ഈ ഒരു ശാരീരികപരമായിട്ടുള്ളതും ഒക്കെ കമ്മ്യൂണിക്കേഷൻ രീതിയിൽ വരുന്നത് തന്നെയാണ്. നമ്മൾ വാക്കുകൊണ്ട് പറയുന്നത് മാത്രമാണ് എന്നൊന്നും വിചാരിക്കരുത്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഫിസിക്കലിയുമായിട്ട് ഉണ്ടാവാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ അത്തരത്തിലും നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമൊക്കെ അറിയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ കാര്യങ്ങളും വളരെ കൂളായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക. ഇനി നാലാമതൊരു കാര്യം എന്ന് പറയുന്നത്, സമയമെടുത്ത് സംസാരിക്കുക എന്നുള്ളതാണ്. അതായത് പെട്ടെന്ന് ദേഷ്യം വരുന്ന സമയത്ത് നമ്മളുണ്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അഗ്രസീവായിട്ട് പെരുമാറുക, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ അങ്ങനെ ചെയ്യരുത്. നമ്മൾ സമയമെടുക്കുക, നമ്മൾ ആലോചിച്ച് ബിഹേവ് ചെയ്യുക. ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ ഫേസ് ചെയ്യാൻ എത്ര നല്ല രീതിയിൽ നിങ്ങൾക്ക് കഴിയുന്നോ അത് ഏറ്റവും നല്ലതാണ്. അതായത് ക്ഷമയോട് കൂടിയിട്ട് വേണം നിങ്ങളത് ഹാൻഡിൽ ചെയ്യാനായിട്ട്. മിക്കവർക്കും പറ്റാത്തൊരു കാര്യം അതാണ്. പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ കഴിവ് വേണ്ടതും ആ ഒരു കാര്യത്തിനാണ്. ദേഷ്യപ്പെട്ട് സംസാരിക്കുകയല്ല, സമയമെടുത്ത് പതിയെ സംസാരിക്കുക, എല്ലാ കാര്യങ്ങളും പതിയെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് ശരിക്കും ഏറ്റവും റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതലായിട്ട് വേണ്ട ഒരു കാര്യമാണ്. നല്ല കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ളത്.
സമയമെടുത്ത് സംസാരിക്കുക എന്നുള്ളത്. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. ഇപ്പൊ നിങ്ങൾ വഴക്കിടുന്ന സമയത്ത് ചിലർ ചെയ്യുന്ന കാര്യമുണ്ട്, ആ വഴക്കുണ്ടാകുന്ന സമയത്ത് ഉള്ളിലുള്ളതൊക്കെ അങ്ങോട്ട് ദേഷ്യപ്പെട്ട് അങ്ങനെ പറയുന്നൊരു കാര്യം, അന്ന് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്യുന്ന ഒക്കെ ഉള്ളത് നമ്മുടെ ഉള്ളിൽ മുമ്പേ ഉണ്ടായിരുന്ന കാര്യങ്ങൾ വരെ ഈ ഒരു സമയത്താവും പുറത്തു വരുന്നുണ്ടാവുക. അത് നല്ലതല്ല, നല്ല കാര്യമല്ല അത്. നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. അപ്പൊ കൂടുതൽ അവിടെ പ്രശ്നം ഉണ്ടാവും. ഓ, നീ അതൊക്കെ മനസ്സിൽ വെച്ചിരിക്കുകയായിരുന്നല്ലേ എന്ന് പറഞ്ഞിട്ട് അടുത്ത പ്രശ്നം ഇങ്ങനെ തുടങ്ങും. നമുക്ക് അതല്ല വേണ്ടത്, പ്രശ്നപരിഹാരമാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ആ സമയത്ത് ദേഷ്യത്തിൽ സംസാരിക്കാതെ കുറച്ച് കഴിയട്ടെ, രണ്ടുപേരും ശാന്തമായിരിക്കുന്നു എന്ന് തോന്നുന്ന സമയത്ത് വേണം നിങ്ങൾ അവരോട് പിന്നീട് സംസാരിക്കാനായിട്ട്. അതായത് കഴിഞ്ഞ പ്രശ്നത്തെക്കുറിച്ചാണെങ്കിൽ തന്നെ സംസാരിക്കണമെങ്കിൽ കുറച്ച് സമയം കഴിയട്ടെ. അത്തരത്തിൽ സമയമെടുക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. വാശിപ്പുറത്ത് വായിൽ തോന്നുന്നതൊന്നും വിളിച്ച് പറയരുത്, അതൊരിക്കലും നല്ലതല്ല. ആ ഒരു കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ നല്ലതല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ സമയമെടുത്ത് സംസാരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയുള്ള കാര്യം എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുന്നത്, പ്രശ്നത്തിൽ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുക, വ്യക്തിയിലല്ല എന്നുള്ളതാണ്. നമ്മൾ വഴക്കൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കൂടുതലും ആ ഒരു വ്യക്തിയെ ഫോക്കസ് ചെയ്ത് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയല്ല വേണ്ടത്. ആ വ്യക്തിയിലല്ല നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പ്രശ്നത്തിൽ ഫോക്കസ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, ഇങ്ങനൊരു കാര്യം ഉണ്ടായപ്പോൾ എനിക്കിതാ തോന്നിയത് എന്നുള്ള രീതിയിൽ പറയുക. അതല്ലാതെ നീ അങ്ങനെ തന്നെ ചെയ്യുള്ളൂ എന്ന് എനിക്കറിയാം, അല്ലെങ്കിൽ നീ അങ്ങനെയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയൊന്നും പറയല്ലേ, അതൊന്നും നല്ലതല്ല. അതൊരിക്കലും നിങ്ങൾ തമ്മിൽ യോജിപ്പിക്കാൻ ഇടയാക്കില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് ആ ഒരു വ്യക്തിയെ എങ്ങനെയും തളർത്തുക, അല്ലെങ്കിൽ ആ ഒരു സമയത്ത്, ആ സമയം എന്ന് പറയുമ്പോൾ രണ്ടുപേരും വഴക്കുണ്ടാക്കി നിൽക്കുന്ന സമയത്ത് എന്തായാലും ദേഷ്യമല്ലേ ഉണ്ടാവുക. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ അവർ എന്തെങ്കിലുമൊക്കെ പറയണം എന്നൊക്കെ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ടാവും. പക്ഷെ ആ ഒരു സമയത്ത് അങ്ങനെയൊന്നും ചെയ്യാതിരിക്കാം. പകരം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് റിലേഷൻഷിപ്പാണ്. അതുകൊണ്ട് രണ്ടുപേരും ഒരുമിച്ച് ഉണ്ടാവണം. ഒരാള് ആ റിലേഷൻഷിപ്പ് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നീട് അവിടെ ആ ഒരു ബന്ധം എന്ന് പറയാൻ നമുക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് രണ്ടുപേരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ ആ റിലേഷൻഷിപ്പ് വിജയിക്കുള്ളൂ. അതിനു വേണ്ടിയിട്ട് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ആ വ്യക്തിയെ എല്ലാം പറയാം എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ചിലപ്പോൾ അവർക്ക് വായി തോന്നുന്നത് വിളിച്ച് പറയണ്ടാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എതിർത്ത് സംസാരിക്കാം. അത് അങ്ങനെ സംസാരിക്കരുതെന്നല്ല, പക്ഷെ ഏറ്റവും നല്ലത് നമ്മൾ ആ സമയത്തൊന്നും പറയാതിരിക്കുക എന്നുള്ളതാണ്. ആ വ്യക്തിയെ കുറിച്ച് നമ്മൾ മോശമായിട്ട് പറയാതിരിക്കുക, പകരം ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിൽ ചിന്തിക്കുക, അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. അതേപോലെ തന്നെയാണ് അവരെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു തരുമ്പോൾ നമ്മൾ നന്ദി അറിയിക്കുക, അപ്പോഴും അവരോട് ബഹുമാനം കാണിക്കുക എന്നുള്ളതൊക്കെ, അതുമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണ നമ്മൾ ശ്രദ്ധിക്കേണ്ട, അതായത് റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ ബാധിക്കുന്ന കമ്മ്യൂണിക്കേഷൻ പാറ്റേൺസ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇനി മോശമായിട്ട് ബാധിക്കുന്ന കമ്മ്യൂണിക്കേഷൻ പാറ്റേൺസ് ഉണ്ട്, അത് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. സോ ഇന്നത്തെ ഒരു വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ, അതേപോലെ തന്നെ റിലേഷൻഷിപ്പിലും പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ സൊല്യൂഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്